വാഴുന്നതാര് വീഴുന്നതാര്? കേരളം 5 വർഷത്തിലൊരിക്കൽ ചോദിക്കുന്ന അതേ ചോദ്യം. അതിന് ബംഗാളിൽ തീരുമാനമായി, തമിഴ്നാട്ടിൽ തമിഴകത്ത് തീരുമാനമായി, പിന്നെ അസമിലും പുതുച്ചേരിയിലും. അവിടെ NDA ഭരണം നിലനിർത്തിയത് കൊണ്ട് വലിയ അനിശ്ചിതാവസ്ഥയൊന്നുമില്ല, കോലാഹലവുമില്ല. ഇവിടെ കേരളത്തിൽ ഇതാ UDF ഉണ്ടാക്കാൻ പോകുന്ന സർക്കാരിന് മാത്രം മുഖ്യമന്ത്രി 3-1 ആര് എന്ന തർക്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. ഒരു പരിഹാരവുമില്ല. കേരളം മൊത്തം ഡൽഹിയിലേക്ക് കാതോർത്തുകൊണ്ടിരിക്കുകയാണ്. അന്തിമ തീരുമാനം ആദ്യം കേട്ടത് സോണിയാഗാന്ധി ഏറ്റെടുക്കുമെന്നായിരുന്നു. ഇപ്പോഴിതാ കേൾക്കുന്നു സോണിയയും മകൾ പ്രിയങ്കയും ചേർന്ന് ആ തീരുമാനമെടുക്കുമെന്ന്. രാഹുൽ ഗാന്ധി തൻ്റെ മനസ്സിലെ ചോയ്സ് അത് KC വേണുഗോപാൽ എന്ന് നേരത്തെ തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഈ അവസ്ഥ ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യമാണ്. കേരളം കണ്ട ഏറ്റവും നാടകീയമായ ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം. അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം CPM അവകാശപ്പെട്ടതാണ്. മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിൽ അവർ നടത്തിയ വിക്രിയകൾ കേരളം മറക്കില്ല. ആ അനിശ്ചിതത്വങ്ങളും കടുത്ത ഉൾപാർട്ടി പോരാട്ടങ്ങളും നിറഞ്ഞ 96-ലെ CPM-ൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം. 96 മെയ് 10 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ഇടതുപക്ഷത്തിന് മികച്ച ഭൂരിപക്ഷം ലഭിച്ചു. മുഖ്യമന്ത്രിയാകാൻ കാത്തുനിന്ന എല്ലാവരും ഉറപ്പിച്ചിരുന്ന സാക്ഷാൽ VS അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടു. മാരാരിക്കുളം അട്ടിമറിയെന്ന ചരിത്രം വിളിച്ച ആ സംഭവത്തോടെ CPM-നകത്ത് വലിയൊരു പ്രതിസന്ധിയാണ് ഉടലെടുത്തത്. തുടർന്ന് പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. പാർട്ടിക്കുള്ളിൽ CITU ലോബിയും VS പക്ഷവും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ, അഭിപ്രായ വ്യത്യാസം. വിജയിച്ച നേതാക്കളിൽ പാലൊളി മുഹമ്മദ് കുട്ടിയുടെയും സുശീല ഗോപാലിൻ്റെ പേരുകൾ അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജീവമായി ഉയർന്നു വന്നു. അന്ന് പാർട്ടിക്കുള്ളിൽ നല്ല സ്വാധീനമുണ്ടായിരുന്ന പാലൊളിയെ മുഖ്യമന്ത്രിയാക്കാൻ ചിലർ ശ്രമിച്ചെങ്കിലും അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ, സാമുദായിക സാഹചര്യത്തിൽ ചിലർ എതിർത്തു. അങ്ങനെ ആ പേര് മാറ്റിവെച്ചു. പിന്നീട് പരിഗണിച്ചത് സുശീല ഗോപാലിൻ്റെ പേരാണ്. കേരളത്തിൽ ആദ്യമായി ഒരു വനിതാ മുഖ്യമന്ത്രി വരുമെന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് അന്ന് നടക്കുമെന്ന് പലരും കരുതി. എന്നാൽ അവിടെയും നേതൃത്വത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായി. ഒടുവിൽ വോട്ടെടുപ്പിലേക്കും മറ്റും കാര്യങ്ങൾ നീണ്ട നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ വോട്ടെടുപ്പിലൂടെ മത്സരരംഗത്ത് സജീവമായി ഇല്ലാതിരുന്ന അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി EK നായനാരിലേക്ക് മുഖ്യമന്ത്രിയുടെ ആ നിയോഗം ചെന്നു. ഫലം വന്നിട്ട് കൃത്യം 8 ദിവസങ്ങൾക്ക് ശേഷം മെയ് 18 CPM തങ്ങളുടെ അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചത്. കാര്യങ്ങൾ അവിടെ കൊണ്ടും തീർന്നില്ല. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നായനാർ നിയമസഭാംഗമായിരുന്നില്ല. അദ്ദേഹത്തിന് സഭയിലേക്ക് എത്താൻ തലശ്ശേരിയിൽ നിന്നും ജയിച്ച KP മമ്മു മാസ്റ്ററെ കൊണ്ട് രാജിവെപ്പിച്ചു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ നായനാർ അധികാരത്തിലെത്തി, നിയമസഭയിലേക്ക് MLA എത്തി. രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയെപ്പോലുള്ള സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് ആളെ തീരുമാനിക്കുമ്പോൾ ദിവസങ്ങൾ നീളുന്ന ചർച്ചകളും അനിശ്ചിതാവസ്ഥയും കേരളത്തിന് പുത്തരിയല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ് ഈ വിഷയം ഇവിടെ എടുത്തിട്ടത്. പിന്നെ പലരും മറന്നിരുന്ന ഒരു കാര്യം, എങ്ങനെ EK നായനാർ മുഖ്യമന്ത്രിയായിരുന്നു, അതും ഓർമ്മിപ്പിക്കണമല്ലോ. കാരണം ഏവരും UDF-നെ കുറ്റം പറയുന്നു. കാരണം UDF-ൻ്റെ ഇത് സ്ഥിരമാണ്. പാളയത്തിൽ പട, തമ്മിൽ തല്ല്, നിലത്തിൽ പോര്, ദാരികപ്പോര്, അങ്ങനെ പലതരം പോരുകൾ. കല്ലറി ഒഴിച്ച് ബാക്കിയല്ല. വേണ്ടി വന്നാൽ കസരയും എടുത്തടിച്ചുള്ള കയ്യാങ്കളിയും കോൺഗ്രസിൻ്റെ അവരുടെ പ്രവർത്തന ശൈലിയാണ്. അതിനിടയിലാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് UDF-ന് ഭൂരിപക്ഷം കിട്ടി 5 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന PC വിഷ്ണുവിൻ്റെ അടക്കമുള്ള പ്രസ്താവനകൾ എത്ര ബാലിശമാണെന്ന് ജനം ഓർത്തു പോകുന്നത്. കാരണം ദിവസങ്ങൾ ഇത്രയുമായി, ഒരാഴ്ച പിന്നിട്ടു തിരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട്. എന്നിട്ടും മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാൻ ഡൽഹിയിലേക്ക് നോക്കിയിരിക്കുകയാണ് കേരളം. അതാണ് കേരളത്തിൻ്റെ ഗതികേട്. ചാണ്ടി അയയുമ്പോൾ തൊമ്മൻ മുറുകുമെന്ന് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്. BJP-ക്കുള്ളത് 3 MLA-മാർ. ആ 3 പേരും നിയമസഭ മുഖ്യമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞാൽ നിയമസഭ വിളിച്ചു ചേർത്താൽ അവരും സത്യപ്രതിജ്ഞ ചെയ്ത് നിയമസഭയിലേക്ക് സജീവമായി പ്രവർത്തനം ആരംഭിക്കാൻ കാത്തിരിക്കുകയാണ്. പറഞ്ഞു വന്നത് LDF ആയാലും UDF ആയാലും തുടക്കത്തിൽ ഒരു ഭരണപ്രതിനിധി ഉണ്ടാക്കാൻ 2 പേരും മിടുക്കന്മാരാണ്. മുഖ്യമന്ത്രി ആരാണ് എന്നുപോലും കേരളത്തിൽ തീരുമാനിക്കാൻ അവകാശമില്ലാത്ത, അധികാരമില്ലാത്ത, നട്ടലില്ലാത്ത UDF-ആണ് ഇനി 5 കൊല്ലം കേരളം ഭരിക്കാൻ പോകുന്നത് എന്നതോർക്കുമ്പോൾ തുടക്കത്തിലെ വണ്ടിയുടെ എൻജിൻ ഓഫായി പോയല്ലോ എന്നോർത്ത് മലയാളികൾ സങ്കടപ്പെടുകയാണ്. കാരണം എന്തിൻ്റെയും തുടക്കമാണ് എന്തിൻ്റെയും
വിജയം കുറിക്കുന്നത്. അതിന് എന്ത് കാര്യമായാലും നിരങ്ങി നീങ്ങുന്ന ഒരു KSRTC ബസ്സിൽ നിങ്ങൾ ഓർത്തു നോക്കൂ. ആ ബസ് നിരങ്ങി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ യാത്രക്കാരുടെ വിലപ്പെട്ട സമയം അതിൽ നഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് ഈ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ. പക്ഷേ സെക്രട്ടേറിയറ്റിൽ നിന്നും പൊളിറ്റിക്കൽ വകുപ്പിൽ നിന്നുമൊക്കെ കാര്യങ്ങളെല്ലാം വ്യക്തമായി തീരുമാനിക്കുന്നുണ്ട്. ADGP അടക്കമുള്ള ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP H. വെങ്കടേഷ് അടക്കം VD സതീശനടക്കം കണ്ട് കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ഇനി VD ആകുമോ KC ആകുമോ മുഖ്യമന്ത്രി എന്ന് അവർക്കും അറിയില്ല. കാരണം ഇത് പോലീസിൻ്റെ ഇൻ്റലിജൻസിനും അപ്പുറമാണ്. ഇത് ഹൈക്കമാൻഡ് ഇൻ്റലിജൻസ് ആണ്. ഗാന്ധി കുടുംബം എന്ന് പറയരുത്, സോണിയാഗാന്ധിയുടെ കുടുംബത്തിൻ്റെ തീരുമാനമാണ്. ഇപ്പോഴും ഇന്ത്യ മുന്നണിയിൽ എല്ലാവരും എളിഭ്യരെ നിൽക്കുമ്പോൾ, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെല്ലാം എളിഭ്യരെ നിൽക്കുമ്പോൾ അവർക്കൊരു കാര്യം എപ്പോഴാണ് മനസ്സിലായത്, കോൺഗ്രസ് എന്നാൽ സോണിയാഗാന്ധിയുടെ കുടുംബ സ്വത്താണെന്ന്. അതായത് സോണിയയും പ്രിയങ്കയും പിന്നെ രാഹുലും, ഈ 3 പേരും തീരുമാനിക്കുന്നതനുസരിച്ച് മാത്രമേ മല്ലികാർജുൻ ഖാർഗെ എന്ന കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷന് പോലും ഒരു ഇല പോലും എടുത്ത് പുറത്തു കളയാനാകുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ചായ വാങ്ങി കുടിക്കണമെങ്കിൽ പോലും സോണിയ കുടുംബത്തിൻ്റെ സമ്മതവും അംഗീകാരവും അനുവാദവും ഒക്കെ വാങ്ങേണ്ടി വരുന്ന ഗതികേട്. അതുതന്നെയാണ് കേരളം ഇപ്പോൾ നേടുന്ന ഗതികേട്. 10 കൊല്ലം CPM കേരളത്തെ ഭരിച്ച് ഒരു വഴിക്കെത്തിച്ചെങ്കിൽ ആ വഴി വീണ്ടും തടസ്സപ്പെട്ട് കിടക്കുന്നു. ആ വഴി കുത്തിത്തോണ്ടി മുഖ്യമന്ത്രി ആരെന്ന് കണ്ടുപിടിക്കാൻ കോൺഗ്രസ് ഗ്രൂപ്പുകാർ നെട്ടോട്ടമോടുകയാണ്. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരെന്ന് സോണിയാഗാന്ധി തീരുമാനിച്ചേക്കാം. സോണിയാഗാന്ധി പറഞ്ഞാൽ മാത്രമേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഈ 63 കോൺഗ്രസ് MLA-മാരിൽ ഒരാൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ അധികാരവും അവകാശവും ഉണ്ടായുള്ളൂ. ഘടകകക്ഷികൾ ലീഗ് അടക്കം ജോസഫ് കേരള കോൺഗ്രസ് അടക്കം ഉള്ളവർ എത്ര കിടന്ന് മുക്കിലിട്ടിട്ടും ഒരു കാര്യവുമില്ല. നിങ്ങളുടെ മന്ത്രിമാരെ കൃത്യമായി കിട്ടിയിരിക്കും. പക്ഷേ മുഖ്യമന്ത്രി ആരെന്നത് ഹൈക്കമാൻഡ് തന്നെയാകും തീരുമാനിക്കുക. പിന്നെ ഇത്തവണ അറിയുന്നത് ഘടകകക്ഷികൾക്ക് 2.5 വർഷം ടേൺ വെച്ചുള്ള മന്ത്രിപദമായിരിക്കും. എന്തായാലും കഴിഞ്ഞ LDF സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൽ അത് ഏതാണ്ടൊക്കെ പിണറായി വിജയൻ പരീക്ഷിച്ച ഒരു മെത്തേഡാണ്. അത് അതേപടി UDFും കോപ്പി ചെയ്യുന്നു. കാരണം ലീഗിന് കൂടുതൽ MLA-മാരെ കൊടുക്കണം. കോൺഗ്രസിലെ ജാതി സമവാക്യങ്ങൾ വെച്ച് കോൺഗ്രസിലെ ജയിച്ചു വന്ന മുസ്ലിം വിഭാഗത്തിനും ക്രൈസ്തവ വിഭാഗങ്ങൾക്കും പിന്നെ നായർ ഈഴവ വിഭാഗങ്ങൾക്കുമൊക്കെ കൃത്യമായ വനിതാ പ്രാതിനിധ്യമടക്കം കൃത്യമായ പ്രാതിനിധ്യം കൊടുത്തില്ലെങ്കിൽ പണി പാളും. മുഖ്യമന്ത്രി ഇനി KC വേണുഗോപാലായാലും VD സതീശനായാലും രമേശ് ചെന്നിത്തല എന്ന RC ആയാലും വീതം വയ്ക്കുന്നത് കൃത്യമായിട്ട് വേണം. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികളും ഇത്തവണ ആകെ അങ്കലാപ്പിലാണ്. ഭരണം പകുതി ടൈമിലേക്ക്, സർക്കാരിൻ്റെ പകുതി ലാപ്പ് മാത്രമേ അവർക്ക് ഭരിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ടാകുകയുള്ളൂ എന്നാണ് അറിയുന്നത്. എന്തായാലും പഴയ ചരിത്രം പറഞ്ഞത് അന്ന് EK നായനാർ എങ്ങനെ 9 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം മുഖ്യമന്ത്രിയായി. ഇന്നിതാ 9-10 ദിവസം കഴിഞ്ഞിട്ടും പ്രതിപക്ഷ നേതാവായിരുന്നു പോലും തീരുമാനിക്കാനാകാതെ LDF CPM കിടന്ന് കുഴങ്ങുമ്പോഴും ഇവിടെ ഇപ്പുറത്ത് മുഖ്യമന്ത്രി ആരും തീരുമാനിക്കാനാകാതെ UDF കിടന്ന് നട്ടം തിരിയുമ്പോഴും ഒക്കെ കേരളത്തിന് ആകപ്പാടെ ഒരു മന്ദീഭവിച്ചൊരവസ്ഥയാണ്.